കലാലയ കുറ്റ്യാട്ടൂരിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഈ വെള്ളത്തിൽ വെള്ളരി എന്ന ഒരു പദ്ധതി ഞാൻ ഇപ്പോൾ 6ാമത്തെ വർഷമായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം കുറച്ച് മോശമായിപ്പോയി, അതൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ. 2ാമത്തെ വർഷം മുതൽ കൃഷിഭവൻ്റെ ഇടപെടലും അവരെ നിർദ്ദേശങ്ങളും എല്ലാം സ്വീകരിച്ചും കൊണ്ട് നല്ലൊരു വിജയമായി മുന്നോട്ട് വന്നു. അപ്പോൾ അതിൽ ഈ 6ാമത്തെ വർഷം മോശമില്ലാതൊരു വിളവ് കിട്ടി. പിന്നെ കൃഷിഭവൻ്റെ ബ്ലോക്കിൽ നിന്നുള്ള ഇവരും എല്ലാം കൂടി സഹായിച്ചുകൊണ്ട് നല്ലൊരു ഇനിയും ഇത്ര തന്നെ ഒന്ന് കിട്ടുമെന്ന് തോന്നുന്നു. അതിൽ ഈ ഇടപെട്ട ഇവർക്കെല്ലാവർക്കും ഞാൻ കൃഷി ഓഫീസർ, കൃഷി ഉദ്യോഗസ്ഥന്മാർ, മറ്റുദ്യോഗസ്ഥന്മാർ, ഇതിൽ ഇവർക്കും ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് നന്ദി അറിയിക്കുന്നു. വിപണനം മാർക്കറ്റ് ഏർപ്പാടായി. ഇപ്പോൾ കുടിക്കുമട്ട, ഏച്ചൂര് എന്നിടങ്ങളിൽ മാർക്കറ്റ്. ഇപ്പോൾ അവരും ഒന്ന് പറഞ്ഞു നല്ലൊരു വില വന്ന സമയത്താണ് ഈ ചെയ്തത്, അപ്പോൾ പെട്ടെന്ന് എത്തിച്ചെന്നാൽ നല്ല വില തരാമെന്ന് പറഞ്ഞു. വെള്ളത്തിൽ വളരുന്ന വള്ളിക്കൊരു ക്ഷീണമില്ലാതെ കണ്ട് പൂർണ്ണ ആരോഗ്യത്തോട് വരുന്നൊരു ഗുണം ഈ വെള്ളരിൻ്റെ കാണുന്നുണ്ട്. പിന്നൊന്ന് വെച്ചാൽ നമുക്ക് അധികം വീട്ടുകാരും വാങ്ങുന്നത് ഇപ്പം മഴക്കാലത്ത് സൂക്ഷിക്കേണ്ടതാണ്. അതത്ര കേട് വരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം മറ്റുമായിട്ട് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇത് കേട് കുറച്ച് ഒഴിവാകുന്നുണ്ട് വെച്ചാൽ ഒരു ക്ഷീണമില്ലാതെ ഉണ്ട് വിരിഞ്ഞ് വരുന്നതായതുകൊണ്ട്. വെള്ളത്തിൽ തന്നെയാണ് വിരിയുന്നതും വിളവെടുപ്പും വെള്ളത്തിൽ തന്നെ, എല്ലാ പരിചരണവും കൊടുക്കുന്നതല്ലേ വെള്ളത്തിൽ തന്നെ എല്ലാം വെള്ളം. അപ്പോഴേ ഈ ഇതാണോ കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നുന്നത്, അല്ല നേരത്തെ ഉള്ള സംവിധാനം ബുദ്ധിമുട്ടായി തോന്നുന്നത്? ഇത് നേരത്തെ ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ദിവസങ്ങളോളം വെള്ളം കോരണം, അതെത്രയോ ബുദ്ധിമുട്ടാണ്. ഇതിനെ സംബന്ധിച്ച് വെള്ളം കോരേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. നടുക, വളം ചെയ്യുക, സാധാരണ മറ്റെല്ലാം ചെയ്യുന്ന അതേ പ്രക്രിയ ചെയ്യുക. അതും എല്ലാം ചെയ്യുന്നത് വെള്ളത്തിൽ തടമറച്ചതിൻ്റെ മുകളിൽ എന്നുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ. എത്ര മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റും? ഇതിപ്പോൾ 55ാമത്തെ ദിവസമാണ് ഇന്ന് വിളവെടുത്തത്, 54ാമത്തെ ദിവസം. അപ്പോൾ മറ്റേ കർഷകർക്ക് കൂടെ ഇതൊരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കൃഷിയായിരിക്കാം. അപ്പോൾ ഒരു സാഹചര്യവും സൗകര്യവും ഉണ്ടെങ്കിൽ
ഇതേപോലെ വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് ചെയ്യാന്നുള്ളത് ഒരു വിജയമായിട്ട് കണ്ടെത്തിയിരിക്കും. ഇത് മാതൃകയാക്കിക്കൊണ്ട് പ്രദേശത്ത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരുപാട് ആൾ ശ്രമം നടത്തി. അപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് എനിക്കറിയില്ല. ഇത് കണ്ട് പഠിക്കാനായി വന്നു. ഒരുപാട് ആൾ നടുന്ന സമയത്ത് മുതൽ പഠിക്കാൻ വന്നു. അപ്പോൾ അവർക്കെല്ലാം വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ചില കൂട്ടർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വെള്ളരി എന്ന് പറയുന്ന സമ്പ്രദായം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, കൃഷി രീതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് ഓർക്കുന്നുണ്ടോ? നമ്മുടെ അറിവിൽ അങ്ങനെ പ്രത്യേകിച്ച് എവിടെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ അറിവുള്ളതായിട്ടില്ല. അപ്പോൾ അതിൽ കുറ്റ്യാട്ടൂർ കൃഷിഭവനിലാണ് സുരേഷ് ചേട്ടനാണ് അതിൽ ആദ്യമായിട്ട് പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അരേക്കറിലധികം വരുന്ന ഈ സ്ഥലത്ത് ഫുൾ വെള്ളം കെട്ടി നിൽക്കുന്ന വയലാണ്. അവിടെ കൂന കൂട്ടി, വരമ്പ് പോലെ കൂന കൂട്ടി അതിലേക്ക് വെള്ളരി കൃഷി ഇറക്കുകയും അതിൽ നിന്ന് ഏറ്റവും നല്ല വിളവ് തന്നെ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ 6 വർഷമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല പരീക്ഷണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തു പോകുന്നത്. കൃഷിഭവൻ പരിധിയിലെ ഏറ്റവും മികച്ച യുവ കർഷകൻ എന്ന് പറയാം. അതുപോലെ നമ്മുടെ കൃഷിഭവൻ്റെ എല്ലാ സ്കീമുകളിലും പ്രത്യേകിച്ച് ലീഡ്സ് എന്ന് പറയുന്ന പദ്ധതിയിലെ നേതൃ കർഷകൻ കൂടിയാണ് സുരേഷ് എന്ന് പറയുന്നത്. അവർ കൃഷിയുടെ പരീക്ഷണങ്ങളാണ് ലീഡ്സ് എന്ന് പറയുന്ന പദ്ധതിയിൽ പ്രത്യേകമായി ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന പുതിയ പുതിയ നൂതന കൃഷി രീതികൾ തൻ്റെ കൃഷിത്തോട്ടത്തിൽ പരീക്ഷിക്കുകയും അതിനനുസരിച്ച് എന്തൊക്കെയാണ് അതിൽ റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് നമ്മുടെ ജില്ലാ ലെവലിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുകയൊക്കെയാണ് ലീഡ്സ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല മികച്ച കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ നല്ല രീതിയിൽ പരീക്ഷണങ്ങൾ ചെയ്യുവാൻ താല്പര്യമുള്ള കർഷകൻ കൂടിയാണ് ശ്രീ സുരേഷ് ഏട്ടൻ. അതിൻ്റെ വിജയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലീഡ്സ് പദ്ധതിയിൽ ഇന്നൊവേഷൻ എന്നുള്ള ഒരു പദ്ധതി സ്കീം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൃഷിയുടെ പരീക്ഷണം നടത്തുകയാണ് ചെയ്യുന്നത്. വിത്ത് മുതൽ വിളവ് വരെയാണ്. അത് കൃഷിഭവൻ തലത്തിൽ കൃഷി ഉദ്യോഗസ്ഥരടക്കം വന്ന് ഫീൽഡ് തലത്തിലുള്ള എല്ലാ സാങ്കേതിക അറിവുകളും കൊടുത്തുകൊണ്ട് തന്നെ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പരീക്ഷണങ്ങളായ വാമ്, മൈക്കോറൈസ, PGPR, അയർ, സ്യൂഡോമോണാസ് തുടങ്ങിയുള്ള നൂതന കൃഷി രീതികൾ ഫുള്ള് എല്ലാം സുരേഷ് ചേട്ടൻ്റെ പച്ചക്കറി കൃഷി ഉപയോഗിച്ചിട്ടുണ്ട്.